Hi, welcome to another video of excretion to maintain homeostasis. അങ്ങനെ നമ്മൾ ഫൈനൽ പാർട്ടിലെത്തി. എന്തൊക്കെയായിരുന്നു ലാസ്റ്റ് പാർട്ടിലെടുത്തെന്ന് ഓർമ്മയുണ്ടോ? ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് യൂറിൻ ഫോർമേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. യൂറിൻ ഫോർമേഷൻ കൺസിസ്റ്റ് ഓഫ് 4 പ്രോസസ്. ഫസ്റ്റ് വൺ ഈസ് ultrafiltration, second is reabsorption and secretion, then finally absorption of water. ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് കിട്ടുന്ന ഫൈനൽ പ്രൊഡക്റ്റാണ് യൂറിൻ. ദെൻ എങ്ങനെയാണ് കിഡ്നി ഹോമിയോസ്റ്റാസിസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. We have specific role like expulsion of waste materials, water balance, salt balance, regulation of pH. ഇതെല്ലാം കിഡ്നി ചെയ്യുമ്പോഴാണ് കിഡ്നി ഹോമിയോസ്റ്റാസിസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. Then again waste materials are formed as a result of life process. ഇതെന്തിന് ലീഡ് ചെയ്യുന്നു? ഡിസ്ട്രപ്ഷൻ ഓഫ് ഹോമിയോസ്റ്റാസിസ്. ദെൻ ഈ ഹോമിയോസ്റ്റാസിസിനെ കറക്റ്റ് ചെയ്യാൻ വീണ്ടും കിഡ്നി ദ മേജർ റോൾസ് ലൈക്ക് എക്സ്പൾഷൻ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ്, വാട്ടർ ബാലൻസ്, സോൾട്ട് ബാലൻസ്, റെഗുലേഷൻ ഓഫ് pH എല്ലാം ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യുമ്പോൾ കിഡ്നി വീണ്ടും ഹോമിയോസ്റ്റാസിസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. വീണ്ടും വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാകുന്നുണ്ട്, അത് വീണ്ടും കിഡ്നി റിമൂവ് ചെയ്യുന്നു, അങ്ങനെ ഹോമിയോസ്റ്റാസിസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇങ്ങനെ ഇതൊരു സൈക്ലിക് പ്രോസസ്സായിട്ടാണ് നടക്കുന്നത്. ദെൻ വി ഡിസ്കസ്ഡ് അബൌട്ട് ദ വേരിയസ് കിഡ്നി ഡിസീസസ് ലൈക്ക് നെഫ്രൈറ്റിസ്, കിഡ്നി സ്റ്റോൺ, യുറേമിയ. ഫസ്റ്റ് വൺ വാസ് അബൌട്ട് നെഫ്രൈറ്റിസ്. വിഷബാധ കാരണമോ അണുബാധ കാരണമോ കിഡ്നിയിലുണ്ടാകുന്ന ഇൻഫ്ലമേഷനെയാണ് നെഫ്രൈറ്റിസ് എന്ന് വിളിക്കുന്നത്. ഇനി കാൽഷ്യം സോൾട്ട് ക്രിസ്റ്റൽസ് കിഡ്നിയിലോ അതുപോലെ തന്നെ യൂറിനറി ട്രാക്കിൽ ഡെപ്പോസിറ്റ് ചെയ്തുണ്ടാകുന്നതാണ് കിഡ്നി സ്റ്റോൺ. ഇനി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കിഡ്നി ഡിസീസസ് കാരണമോ നെഫ്രൈറ്റിസ്, ഡയബറ്റിസ്, ഹൈ ബ്ലഡ് പ്രഷർ കാരണമോ ഉണ്ടാകുന്ന അസുഖമാണ് യൂറീമിയ എന്ന് പറയുന്നത്. ഈ 3 ഡിസീസസിൻ്റെയും സിംറ്റംസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ കുറച്ച് കിഡ്നി ഡിസീസസ് പഠിച്ചു അല്ലേ? ഇങ്ങനെയുള്ള കിഡ്നി ഡിസീസസ് സിവിയർ ആവുന്ന കണ്ടീഷനിൽ നമ്മുടെ കിഡ്നി പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യോ? ഇല്ല, കിഡ്നി ഫെയിലിയർ ഉണ്ടാകും. നമ്മുടെ ഹ്യൂമൻ ബീൻസിൽ എത്ര കിഡ്നിയാണുള്ളത്? ഒരു പെയർ ഓഫ് കിഡ്നി, അതായത് 2 കിഡ്നി അല്ലേ? അറ്റ്ലീസ്റ്റ് ഒരു ഹെൽത്തി ആയിട്ടുള്ള കിഡ്നി മതി നമ്മളുടെ ബ്ലഡിനെ ഫിൽറ്റർ ചെയ്യാൻ. മനസ്സിലായോ? അപ്പോൾ ഒരു കിഡ്നി പോലും ഫങ്ഷൻ ചെയ്യാത്ത, അതായത് 2 കിഡ്നിയും ഫെയിലിയർ ആയിട്ടുള്ള കണ്ടീഷനിൽ ഇങ്ങനെയുള്ള പേഷ്യൻസിന് അവരുടെ ബ്ലഡിനെ എങ്ങനെയാണ് പ്യൂരിഫൈ ചെയ്യുന്നതെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് 2 മെത്തേഡാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഹീമോഡയാലിസിസ് ആൻഡ് അതർ വൺ ഈസ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് സീ അബൌട്ട് ദ ഹീമോഡയാലിസിസ്. എന്താണ് ഈ ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞാൽ? നമ്മളുടെ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള കണ്ടീഷനിൽ, കിഡ്നി നോൺ ഫങ്ഷനിങ് ആയിട്ടുള്ള കണ്ടീഷനിൽ അങ്ങനെയുള്ള പേഷ്യൻസിൻ്റെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹീമോഡയാലിസിസ്. എങ്ങനെ? ഈ ബ്ലഡിനെ നമ്മളൊരു ആർട്ടിഫിഷ്യൽ കിഡ്നിയിലോട്ട് പാസ് ചെയ്ത് ആ ആർട്ടിഫിഷ്യൽ കിഡ്നിയാണ് ഈ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞാൽ? ഹീമോഡയാലിസിസ് ഈസ് എ പ്രോസസ് ഓഫ് പ്യൂരിഫൈങ് ദ ബ്ലഡ് ബൈ പാസിങ് ത്രൂ ആർട്ടിഫിഷ്യൽ കിഡ്നി. എങ്ങനത്തെ കണ്ടീഷനിൽ? വെൻ ദ കിഡ്നി ആർ നോൺ ഫങ്ഷണൽ. ഓക്കെ, ഇനി ആദ്യമായിട്ട് ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ കിഡ്നി ഈസ് ഡിസൈൻഡ് ബൈ എ ഡച്ച് ഡോക്ടർ കോൾഡ് ഡോക്ടർ വില്യം ജോഹാൻ കോഫ്. എന്താണ് പറഞ്ഞത്? ആദ്യമായിട്ട് ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ കിഡ്നി ഡിസൈൻ ചെയ്തത് ആരാണ്? ഒരു ഡച്ച് ഡോക്ടറാണ്. അവരുടെ പേരാണ് വില്യം ജോഹാൻ കോഫ്. ഈ കാണുന്നതാണ് അദ്ദേഹം ആദ്യമായിട്ട് ഡിസൈൻ ചെയ്ത ആർട്ടിഫിഷ്യൽ കിഡ്നി. അദ്ദേഹത്തെയാണ് ഫാദർ ഓഫ് ഡയാലിസിസ് എന്ന് വിളിക്കുന്നത്. ഇനി നെക്സ്റ്റ് ലെറ്റ്സ് സീ ദ പ്രൊസീജിയർ ഓഫ് ഹീമോഡയാലിസിസ്. എങ്ങനെയാണ് ഹീമോഡയാലിസിസ് ചെയ്യുന്നതെന്ന് നോക്കാം. അത് മെയിൻലി 3 സ്റ്റെപ്സ് വഴിയാണ് നടക്കുന്നത്. ഫസ്റ്റ് വൺ, സീ ദിസ് പിക്ചർ. ഈ കാണുന്നതാണ് എന്ത് നമ്മൾ പറഞ്ഞ ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ഡയാലൈസർ അല്ലെങ്കിൽ ഡയാലൈസിസ് യൂണിറ്റ് എന്നൊക്കെ പറയുന്നത്. ഈ മെഷീനിൽ വെച്ചാണ് നമ്മളെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നത്. ഓക്കെ, ബിഫോർ പ്രൊസീജിയർ 2 ട്യൂബ് ഉണ്ട്. 2 ട്യൂബ്, ഒരു ട്യൂബ് നമ്മളുടെ ആർട്ടറി ആയിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്, അതർ ട്യൂബ് വെയിൻസ് ആയിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ആർട്ടറി
ഏറ്റു കണക്ട് ചെയ്ത ട്യൂബിലൂടെയാണ് നമ്മുടെ വേസ്റ്റുകൾ അടങ്ങിയിട്ടുള്ള ബ്ലഡ് ഡയാലൈസിങ് യൂണിറ്റ് അല്ലെങ്കിൽ ഡയാലൈസറിലോട്ടൊക്കെ എത്തുന്നത്. ഇവിടെ വെച്ചാണ് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നതിനാണ് നമ്മൾ ഡയാലൈസിങ് യൂണിറ്റ് അല്ലെങ്കിൽ ഡയാലൈസർ എന്ന് പറയുന്നത്. അങ്ങനെ വേസ്റ്റ് മെറ്റീരിയൽസ് അടങ്ങിയിട്ടുള്ള ബ്ലഡ് ഡയാലൈസിങ് യൂണിറ്റിലോട്ടേക്ക് പാസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇനി ഈ ഡയാലൈസിസ് യൂണിറ്റിൽ എന്തുണ്ട്? ഡയാലൈസിസ് ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഡയാലൈസിസ് ഫ്ലൂയിഡ് എന്തിനാന്ന് വെച്ചാൽ ഇതൊരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ്. കണ്ടോ, ഇതിലൂടെ ഇങ്ങനെ ബ്ലഡ് മൂവ് ചെയ്യുമ്പോൾ ബ്ലഡിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് എങ്ങോട്ടേക്ക് ഡിഫ്യൂസ് ചെയ്യും? ഈ ഡയാലൈസിസ് യൂണിറ്റ് ഇടയിലുള്ള ഗ്യാപ്പ് കണ്ടോ, ഇതിലൊക്കെ ഡയാലൈസിസ് ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഡയാലൈസിസ് ഫ്ലൂയിഡിലോട്ടേക്ക് ഡിഫ്യൂസ് ചെയ്യും. അങ്ങനെ ലാസ്റ്റ് എല്ലാ ബ്ലഡ് വേസ്റ്റ് മെറ്റീരിയൽസും ഡിഫ്യൂസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? പ്യുവർ ബ്ലഡ് കിട്ടുന്നു. ഓക്കെ, ഈ പ്യുവർ ബ്ലഡ് എന്നിട്ട് ഈ ട്യൂബിലൂടെ അതർ ട്യൂബ് കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ, അതർ ട്യൂബിലൂടെ നമ്മുടെ ബോഡിയിലോട്ട് എൻ്റർ ചെയ്യുന്നു ത്രൂ വെയിൻസ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇവിടെ ബ്ലൂ മാർക്ക് ചെയ്തതാണ് കേട്ടോ. പ്യുവർ ബ്ലഡാണ് എൻ്റർ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ബ്ലഡ് വിത്ത് ഹൈ ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ ഈസ് പാസ്ഡ് ടു ഡയാലൈസിസ് യൂണിറ്റ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽ അടങ്ങിയിട്ടുള്ള ബ്ലഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരു ഡയാലൈസിസ് യൂണിറ്റിലോട്ടേക്ക് പാസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ബ്ലഡ് വിത്ത് ഹൈ ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ ഈസ് പാസ്ഡ് ടു ഡയാലൈസിസ് യൂണിറ്റ്. അതിനു മുന്നേ നമ്മൾ ഈ പ്രൊസീജിയറൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഒരു ഹെപ്പാരിൻ എന്നുള്ള മെഡിക്കേഷൻ നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ബോഡിയിലോട്ടേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഈ മെയിൻ സർജിക്കൽ പ്രൊസീജിയേഴ്സൊക്കെ നടക്കുമ്പോൾ ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാൻ, ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാൻ. ഓക്കെ, അപ്പോൾ ഹൈ ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ ഈസ് പാസ്ഡ് ടു ഡയാലൈസിസ് യൂണിറ്റ്. അപ്പം ഹെപ്പാരിൻ ഈസ് ആഡഡ്. മനസ്സിലായോ? ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ബ്ലഡ് ഡയാലൈസിസ് യൂണിറ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ ബ്ലഡിൽ അടങ്ങിയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഡയാലൈസിസ് ഫ്ലൂയിഡിലോട്ടേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു. ഓക്കെ, വെൻ ദ ബ്ലഡ് പാസ് ത്രൂ ദ ഡയാലൈസിസ് യൂണിറ്റ് വേസ്റ്റ് മെറ്റീരിയൽ കണ്ടെയ്ൻഡ് ഇൻ ദ ബ്ലഡ് ഡിഫ്യൂസസ് ഇൻ ടു ഡയാലൈസിസ് ഫ്ലൂയിഡ്. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെ നമുക്ക് പ്യുവർ ആയിട്ടുള്ള ബ്ലഡ് കിട്ടിയില്ലേ? ഇനി പ്യുവർ ആയിട്ടുള്ള ബ്ലഡ് വെയിൻസിലൂടെ ബോഡിയിലോട്ടേക്ക് പാസ് ചെയ്യുന്നു എന്നുള്ളതാണ് തേർഡ് സ്റ്റെപ്പ്. ഓക്കെ, ദ പ്യുവർ ബ്ലഡ് പാസ് ത്രൂ വെയിൻസ്. മനസ്സിലായല്ലോ? ഇതാണ് സ്റ്റെപ്സ് ഓഫ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്റ്റെപ്സ് ഓഫ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്? ദ ബ്ലഡ് വിത്ത് ഹൈ ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ ഈസ് പാസ്ഡ് ടു എ ഡയാലൈസിസ് യൂണിറ്റ്. ഹെപ്പാരിൻ ഈസ് ആഡഡ് ടു പ്രിവെന്റ് ബ്ലഡ് ക്ലോട്ടിംഗ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. വെൻ ബ്ലഡ് പാസസ് ത്രൂ ദ ഡയാലൈസിസ് യൂണിറ്റ് ദ വേസ്റ്റ് മെറ്റീരിയൽ കണ്ടെയ്ൻഡ് ഇൻ ബ്ലഡ് ഡിഫ്യൂസസ് ഇൻ ടു ഡയാലൈസിസ് ഫ്ലൂയിഡ്. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് പ്യുവർ ആയിട്ടുള്ള ബ്ലഡ് കിട്ടി. അപ്പോൾ പ്യുവർ ബ്ലഡ് പാസ് ത്രൂ വെയിൻസ് ഇൻ ടു ബോഡി. ഇതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞാൽ? ഹീമോഡയാലിസിസ് ഇസ് എ പ്രോസസ് ഓഫ് പ്യൂരിഫൈങ് ദ ബ്ലഡ് ബൈ പാസിങ് ത്രൂ ആൻ ആർട്ടിഫിഷ്യൽ കിഡ്നി വെൻ ദ കിഡ്നി ആർ നോൺ ഫങ്ഷണൽ. ഓക്കെ, അപ്പം ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ കിഡ്നി ഡിസൈൻ ചെയ്തത് ആരാണ്? എ ഡച്ച് ഡോക്ടർ ഹൂസ് കോൾഡ് വില്യം ജോഹാൻ കോഫ്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് ഹീമോഡയാലിസിസ് എന്നും ഹീമോഡയാലിസിൻ്റെ 3 സ്റ്റെപ്സും മനസ്സിലായല്ലോ. പിന്നെ ആർട്ടിഫിഷ്യൽ കിഡ്നി ഫസ്റ്റ് ഡിസൈൻ ചെയ്തത് ആരാണ്? വില്യം ജോഹാൻ കോഫ്, ഡോക്ടർ വില്യം ജോഹാൻ കോഫ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ലെറ്റ്സ് സീ അബൌട്ട് ദ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. നമ്മൾ പറഞ്ഞു നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള കിഡ്നി മതി നമ്മളുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ. ഇഫ് 2 കിഡ്നിയും കംപ്ലീറ്റ്ലി ഡാമേജ് ആവുന്ന കണ്ടീഷനിൽ അടുത്ത ഓപ്ഷൻ എന്താണ്? നമ്മൾ ഒരു ഡോണർ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ഒരു ഹെൽത്തി ആയിട്ടുള്ള കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏതൊക്കെ തരം ആൾക്കാരിൽ നിന്ന് നമുക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്താം? കിഡ്നി നമുക്ക് റിസീവ് ചെയ്യാം. 2 തരം ആൾക്കാർ. ഒന്ന് ജീവിച്ചിരിക്കുന്നവരിൽ നിന്നും നമ്മൾ പറഞ്ഞു നമുക്ക് 2 കിഡ്നീൻ്റെ ആവശ്യമില്ല, ഒരു കിഡ്നി മതി. അപ്പം നമ്മുടെ കുടുംബത്തിൽ തന്നെ അല്ലെങ്കിൽ നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പും ടിഷ്യൂ ഒക്കെ മാച്ചിങ് ആയിട്ടുള്ള ഒരു ഡോണർ റെഡിയാണ്, നമുക്കൊരു കിഡ്നി തരാനുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മതി? ഒരു കിഡ്നി മതി. അവർക്കും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കിഡ്നി മതി അവരുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാൻ. ഇനി അടുത്തത് എന്താണ്?
ഡെഡ് പേഴ്സൺ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആൾ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റിലൊക്കെ മരിക്കുകയാണെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് കിഡ്നി റിസീവ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം എന്ത് നോക്കണം? ബ്ലഡ് ഗ്രൂപ്പ് നോക്കണം, നമ്മുടെ ടിഷ്യൂ മാച്ചിങ് ആണോ നോക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബോഡി റിജക്റ്റ് ചെയ്യും അല്ലേ. അപ്പം ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരിൽ നിന്ന് നമുക്ക് കിഡ്നി റിസീവ് ചെയ്യാം? ഫസ്റ്റ് വൺ എന്താ? ഒരു ഹെൽത്തി പേഴ്സണിന് നമുക്ക് 2 കിഡ്നിയുടെ ആവശ്യമില്ല. ഒരു കിഡ്നി, ഹെൽത്തി ആയിട്ടുള്ള കിഡ്നി ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യും. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള പേഴ്സണിൽ നിന്ന് നമുക്ക് കിഡ്നി റിസീവ് ചെയ്യാം. അതർ വൺ എന്താ? ഒരു ഡെഡ് പേഴ്സണിന്, ഒരു പെട്ടെന്ന് ആക്സിഡൻറ്റ്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ആൾ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റിലൊക്കെ മരിക്കുകയാണെങ്കിൽ അവരുടെ കിഡ്നി ഈവൻ ഡെത്ത് ഒരു 24 to 36 hours അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരെ നിൽക്കും. ഒരു പ്രോപ്പറായിട്ടുള്ള കോൾഡ് സ്റ്റോറേജിലൊക്കെ വെച്ചാൽ നമ്മൾ ഫിലിംസിലൊക്കെ കാണാറുണ്ടല്ലേ ഒരു കിറ്റ്, എന്നിട്ട് അതിൽ നമ്മൾ കിഡ്നി എന്നല്ല ഏത് ഓർഗനാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടത് അതിൽ വെക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോപ്പർ കോൾഡ് സ്റ്റോറേജിൽ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഒരു 24 hours to 36 hours അല്ലെങ്കിൽ മോർ ദാൻ ദാറ്റ് വരെ എന്ത് നിൽക്കും? കിഡ്നി വയബിൾ ആയിട്ട് നിൽക്കും. ഓക്കെ, ഇനി ലെറ്റ് സീ അബൌട്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ്റെ പ്രൊസീജിയർ നോക്കാം. നമ്മളൊരു കിഡ്നി മാത്രമാണോ ഒരു ഡോണറിൽ നിന്ന് റിസീവ് ചെയ്യുന്നത്? അല്ല, നമ്മൾ കിഡ്നിയും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പാർട്സും ഉണ്ട്. കണ്ടോ, സീ ദിസ്, നമ്മളൊരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ റീനൽ വെയിനും റീനൽ ആർട്ടറിയും, റീനൽ വെയിൻ്റെ ഒരു പോർഷന്, റീനൽ ആർട്ടറിയുടെ ഒരു പോർഷന്, അതേപോലെ യൂറിറ്റേഴ്സിൻ്റെ ഒരു പോർഷനും നമ്മൾ ഡോണറുടെ കയ്യിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ എന്തൊക്കെയാ? കിഡ്നി, ഒരു പോർഷൻ ഓഫ് റീനൽ ആർട്ടറിയും ഒരു പോർഷൻ ഓഫ് റീനൽ വെയിനും യൂറിറ്റേഴ്സും. ഇനി നമ്മളുടെ കിഡ്നി ഡാമേജ്ഡ് ആവുന്ന കണ്ടീഷനിലാണല്ലേ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നത്. അപ്പം ഈ ഡാമേജ്ഡ് കിഡ്നീനെ നമ്മൾ റിമൂവ് ചെയ്യുന്നില്ല, ആസ് സച്ച് അവിടെ തന്നെ പ്ലേസ് ചെയ്യും. എന്നിട്ട് പുതിയ കിഡ്നി നമ്മൾ എവിടെയാണ് വെക്കുന്നത്? റെസിപ്പിയൻ്റെ ഡാമേജ്ഡ് കിഡ്നിയുടെ താഴെ ആയിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഡാമേജ്ഡ് കിഡ്നി റിമൂവ് ചെയ്യാതെ അവിടെ തന്നെ വെക്കും. എന്നിട്ട് പുതിയ കിഡ്നി, നമ്മൾ ഡോണറിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യുന്ന പുതിയ കിഡ്നി, ഇത് റെസിപ്പിയൻ്റ് ആണല്ലേ, ആരാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്? അവരാണ് റെസിപ്പിയൻ്റ്. റെസിപ്പിയൻ്റെ ഡാമേജ്ഡ് കിഡ്നിയുടെ താഴെയായിട്ടാണ്, ഇത് കിഡ്നിയുടെ സെയിം സൈസ് തന്നെയാണ് കേട്ടോ, ഞാൻ ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വരച്ചതാണ്. ദെൻ ഡാമേജ്ഡ് കിഡ്നി എവിടെയാണ്? അവിടെ തന്നെ വെക്കും. എന്നിട്ട് പുതിയ കിഡ്നി അതിൻ്റെ താഴെയായിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പറഞ്ഞു എന്തൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നത്? ഒരു റീനൽ ആർട്ടറിയുടെ ഒരു പോർഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, റീനൽ വെയിൻ്റെ ഒരു പോർഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, യൂറിറ്റേഴ്സിൻ്റെ ഒരു പോർഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ റീനൽ ആർട്ടറി റെസിപ്പിയൻ്റെ റീനൽ ആർട്ടറിയായിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ദെൻ റീനൽ വെയിന് റെസിപ്പിയൻ്റെ റീനൽ വെയിനേറ്റും കണക്ട് ചെയ്യുന്നു. മനസ്സിലായോ? റീനൽ ആർട്ടറി റെസിപ്പിയൻ്റെ റീനൽ വെയിനേറ്റ്, ഇതൊക്കെ ഡോണറിനെ നിന്ന് വാങ്ങിച്ചതാണ് അല്ലേ. ഈ ഡോണറിനെ നിന്ന് വാങ്ങിച്ച റീനൽ ആർട്ടറി റെസിപ്പിയൻ്റെ റീനൽ ആർട്ടറിയായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ദെൻ റീനൽ വെയിനോ റെസിപ്പിയൻ്റെ റീനൽ വെയിനായിട്ട് കണക്ട് ചെയ്യുന്നു. ദെൻ യൂറിറ്റസോ റെസിപ്പിയൻ്റെ യൂറിനറി ബ്ലാഡറായിട്ടും കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനിൽ എന്തൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ഡാമേജ്ഡ് കിഡ്നി നമ്മൾ റിമൂവ് ചെയ്യാതെ അത് അവിടെ തന്നെ പ്ലേസ് ചെയ്യുന്നുണ്ട്. പുതിയ കിഡ്നി അത് ഡാമേജ്ഡ് കിഡ്നീൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. നമ്മൾ ഡോണറുടെ കയ്യിൽ നിന്ന് ഒരു കിഡ്നി മാത്രമല്ല ആക്സെപ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ കൂടെ റീനൽ വെയിനും റീനൽ ആർട്ടറിയും യൂറിറ്റേഴ്സും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പുതിയ റീനൽ ആർട്ടറി റെസിപ്പിയൻ്റെ ആരാണോ ആക്സെപ്റ്റ് ചെയ്യുന്ന അവരുടെ റീനൽ ആർട്ടറിയായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റീനൽ വെയിന് അവരുടെ റീനൽ വെയിനായിട്ടും കണക്ട് ചെയ്യുന്നു. ദെൻ യൂറിറ്റേഴ്സ് യൂറിനറി ബ്ലാഡറായിട്ടും കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ കിഡ്നിയിൽ വെച്ച് ഫിൽട്ടർ ചെയ്യുന്ന യൂറിന് യൂറിറ്റേഴ്സ് വഴി യൂറിനറി ബ്ലാഡറിലെത്തുന്നു. അതുപോലെ തന്നെ അത് എക്സ്പെൽ ചെയ്യുന്നു. അപ്പോൾ നോർമലായിട്ട് ഇതിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, ഇതാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞത്. ആദ്യമായി കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ സർജറി നടത്തിയത് ഡോക്ടർ ജോസഫ് ഇ മ്യൂറയാണ്. ആദ്യമായി കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ സർജറി നടത്തുന്നത് ഡോക്ടർ ജോസഫ് ഇ മ്യൂറയാണ്. നമ്മൾ ഏത് കണ്ടീഷനിലാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നത്? നമ്മളുടെ 2 കിഡ്നിയും ഡാമേജ്ഡ് ആവുന്ന കണ്ടീഷനിലാണ് നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നത്. ഇത്രയും കാര്യങ്ങളാണ് കിഡ്നിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഈ കിഡ്നി എന്ന് പറയുന്നത് ഒരു എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് അല്ലേ. ഇപ്പോൾ ഹ്യൂമൻ ബീൻസിൽ മറ്റ് എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്തൊക്കെയായിരുന്നു? ലങ്സ്, സ്കിൻ, ലിവർ, ദെൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കിഡ്നി.
ഇത്രയും കാര്യങ്ങളാണ് ഹ്യൂമൻ ബീൻസിലെ എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ലെറ്റ്സ് സീ അബൌട്ട് എക്സ്ക്രീഷൻ ഇൻ അതർ ഓർഗാനിസംസ്. എങ്ങനെയാണ് മറ്റു ഓർഗാനിസംസ് എല്ലാം എക്സ്ക്രീഷൻ എന്നുള്ള പ്രോസസ്സ് നടത്തുന്നത്, അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ് അവരുടെ ബോഡിയിൽ നിന്ന് എക്സ്പെൽ ചെയ്യുന്നതിൽ എന്തെല്ലാം മെക്കാനിസമാണ് അവരുടെ ബോഡിയിൽ നിന്ന് മെറ്റീരിയൽസ്, അതായത് വേസ്റ്റ് മെറ്റീരിയൽസ്, എക്സ്ക്രീറ്ററി മെറ്റീരിയൽസിനെ എക്സ്പെൽ ചെയ്യാൻ അവർ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് സീ അബൌട്ട് ദ അമീബ. അമീബൻ്റെ കാര്യം പറയുവാണെങ്കിൽ അമീബയിൽ ദർ ഇസ് നോ സ്പെസിഫിക് എക്സ്ക്രീറ്ററി ഓർഗൻ. അമീബക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്ക്രീറ്ററി ഓർഗൻസും ഇല്ല. ഈ ചാപ്റ്ററിൽ, അതായത് എക്സ്ക്രീഷൻ ഇൻ അതർ ഓർഗാനിസം എന്നുള്ള ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, അതുപോലെ തന്നെ എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ്, അവർ എക്സ്പെൽ ചെയ്യുന്ന എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് എന്താണെന്ന് സ്പെസിഫിക് ചെയ്ത് ചോദിക്കാം. ഓക്കെ, അപ്പം പറയുമ്പം തന്നെ അതിൻ്റെ കൂടെ പഠിക്കാൻ ശ്രമിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെന്താ പറഞ്ഞത്, അമീബയെ കുറിച്ച്. അമീബയ്ക്ക് ദർ ഇസ് നോ സ്പെസിഫിക് എക്സ്ക്രീറ്ററി ഓർഗൻസ്. അവരുടെ ബോഡിയിലെത്തുന്ന, അവരുടെ സെല്ലിലെത്തുന്ന എക്സസ് വാട്ടറും അമോണിയയാണ് അവരുടെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? അമോണിയ ആൻഡ് എക്സസ് വാട്ടർ. അവരുടെ സെല്ലിലെത്തുന്ന അമോണിയയും എക്സസ് വാട്ടറുമാണ് അവരുടെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഞാൻ അതാ പറഞ്ഞ അമീബയിലെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ എന്താ എഴുതുക? അമോണിയ ആൻഡ് എക്സസ് വാട്ടർ വിച്ച് റീച്ചസ് ദ സെൽ. മനസ്സിലായോ? ഇനി അവരെങ്ങനെയാണ് അവരുടെ ബോഡിയിൽ നിന്ന് ഈ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റായ അമോണിയയും എക്സസ് വാട്ടറൊക്കെ എക്സ്പെൽ ചെയ്യുന്നത്? അമീബയുടെ സ്ട്രക്ചർ ഓർമ്മയുണ്ടോ? ഒരു സെൽ മെംബ്രെയിൻ ഉണ്ട് അല്ലേ, ദെൻ ന്യൂക്ലിയസ് ഉണ്ട്, മൈറ്റോകോൺട്രിയ ഉണ്ടാവും, ഫുഡ് വാക്യൂൾ ഉണ്ട്. അതുപോലെ തന്നെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു, കോൺട്രാക്റ്റൈൽ വാക്യൂൾ എന്ന് പറയുന്നത്. എന്താണ് കോൺട്രാക്റ്റൈൽ വാക്യൂൾ? ഈ കോൺട്രാക്റ്റൈൽ വാക്യൂളിൻ്റെ സഹായത്തോടെയാണ് അവരുടെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റായ അമോണിയയും എക്സസ് വാട്ടറും എല്ലാം അവർ എക്സ്പെൽ ചെയ്യുന്നത്. അല്ലാതെ അവർക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള, നമ്മൾ പറയാറുള്ള നമുക്ക് കിഡ്നിയൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്ക്രീറ്ററി ഓർഗൻ ഉണ്ട്, അതുപോലെ അമീബയ്ക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്ക്രീറ്ററി ഓർഗൻ ഇല്ല. ഇവിടെ കോൺട്രാക്റ്റൈലാണ് എക്സ്ക്രീറ്ററി ഓർഗനായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. ഈ കോൺട്രാക്റ്റൈൽ വാക്യൂളിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് അവരുടെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റായ എന്തൊക്കെയായിരുന്നു, അമോണിയ, എക്സസ് വാട്ടറിനെ അവർ എക്സ്പെൽ ചെയ്യുന്നത്. മനസ്സിലായി? ഈ പിക്ചർ നോക്കൂ. ഇതിൽ കാണുന്ന കോൺട്രാക്റ്റൈൽ വാക്യൂളാണ് അമീബയിൽ എക്സ്ക്രീറ്ററി ഓർഗനായി ആക്ട് ചെയ്യുന്നത്. ആക്ച്വലി ഇതിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്ക്രീറ്ററി ഓർഗൻ ഇല്ല. പക്ഷേ ഈ കോൺട്രാക്റ്റൈൽ വാക്യൂളിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് അമീബയിൽ നിന്ന് എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് എല്ലാം പുറത്തോട്ടേക്ക് എക്സ്പെൽ ചെയ്യുന്നത്. അവരുടെ എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് എന്തൊക്കെയായിരുന്നു? അമോണിയ, എക്സസ് വാട്ടർ. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ്സ് സീ അബൌട്ട് എക്സ്ക്രീഷൻ ഇൻ ഇൻസെക്ട്സ്. ഷഡ്പദങ്ങൾ, ഇൻസെക്ട്സ് ഒക്കെ അല്ലേ, ചെറിയ ഇൻസെക്ട്സിൻ്റെ ഒക്കെ എക്സ്ക്രീഷൻ എങ്ങനെയാണ്? അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ, അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്ക്രീറ്ററി ഓർഗൻ ഉണ്ട്. അവയാണ് നമ്മൾ മാൽപീജിയൻ ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസെക്ട്സിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്താണ്? മാൽപീജിയൻ ട്യൂബ്യൂൾ. ഓക്കെ, അമീബയിൽ സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്ക്രീറ്ററി ഓർഗൻ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇൻസെക്ട്സിൽ സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്ക്രീറ്ററി ഓർഗൻ ഉണ്ട്. അവയാണ് നമ്മൾ മാൽപീജിയൻ ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. അവരുടെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്താണ്? യൂറിക് ആസിഡ്. ഓക്കെ, അമീബയിലെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്തായിരുന്നു? അമോണിയയും എക്സസ് വാട്ടറും. ഇവിടെ ഇൻസെക്ട്സിലെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചാൽ എന്താ പറയുക? യൂറിക് ആസിഡ്. ഓക്കെ, സീ ദിസ്. ഈ കാണുന്നതാണ് കേട്ടോ മാൽപീജിയൻ ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. ഈ ത്രെഡ് പോലെയുള്ള ഈ സംഭവത്തിനെയാണ് നമ്മൾ മാൽപീജിയൻ ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. ഈ മാൽപീജിയൻ ട്യൂബ്യൂള് ഇൻസെക്ട്സിൽ അവരുടെ ഡൈജസ്റ്റീവ് ട്രാക്ക്, ഈ റെഡ് ഇപ്പോൾ കാണുന്നതാണ് ഡൈജസ്റ്റീവ് ട്രാക്ക് എന്ന് പറയുന്നത്. ഡൈജസ്റ്റീവ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഡൈജഷൻ പോയിട്ട് പുറത്ത് എക്സ്പെൽ ചെയ്യുന്നത് വരെയുള്ള ട്രാക്ക്. ദെൻ ഈ ഡൈജസ്റ്റീവ് ട്രാക്കിലോട്ടേക്ക് അറ്റാച്ച് ചെയ്തേക്കുന്നുണ്ട്. ഈ മാൽപീജിയൻ ട്യൂബ്യൂൾസ് എന്ത് ചെയ്യും? ഈ ഇൻസെക്ട്സിലുള്ള ബോഡി ഫ്ലൂയിഡ്സിൽ നിന്ന് ഈ യൂറിക് ആസിഡിനെ, ഇവിടെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് യൂറിക് ആസിഡ് ആണല്ലേ, അപ്പം എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആയിട്ടുള്ള യൂറിക് ആസിഡിനെ സെപ്പറേറ്റ് ചെയ്ത് ഈ ഡൈജസ്റ്റീവ് ട്രാക്കിലോട്ടേക്ക് അറ്റാച്ച് ചെയ്യും. ഓക്കെ, അതായത് ഡൈജസ്റ്റീവ് ട്രാക്കിലോട്ടേക്ക് റിലീസ് ചെയ്യും. എന്നിട്ട് ഈ യൂറിക് ആസിഡ്, അതായത് ഈ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ്
ഇവിടെ ഡൈജസ്റ്റീവ് വേസ്റ്റ് ഉണ്ടാവില്ലേ, ഇവരുടെ ഡൈജഷൻ നടന്ന് ഇതിലൂടെ പോയി ഇവിടെ എത്തുമ്പോൾ ഒരു ഡൈജസ്റ്റീവ് വേസ്റ്റ് കിട്ടുമല്ലോ. ആ ഡൈജസ്റ്റീവ് വേസ്റ്റിൻ്റെ കൂടെയാണ് ഈ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റും പുറത്തോട്ടേക്ക് എക്സ്പെൽ ചെയ്യുന്നത്. മനസ്സിലായോ എന്താ പറഞ്ഞത്? ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് മാൽപീജിയൻ ട്യൂബ്യൂളാണ്. ഈ മാൽപീജിയൻ ട്യൂബ്യൂൾസ് ഇൻസെക്ട്സിൻ്റെ ഈ ഡൈജസ്റ്റീവ് ട്രാക്കായിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്നുണ്ട്. എന്നിട്ട് ഈ മാൽപീജിയൻ ട്യൂബ്യൂൾസ് എന്ത് ചെയ്യും? ഇവിടെ ഇതിൽ നിറയെ ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ടല്ലേ, ഈ ബോഡി ഫ്ലൂയിഡ്സിലുള്ള യൂറിക് ആസിഡ്, അവരുടെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്താണ്? യൂറിക് ആസിഡ്. ഇപ്പോൾ ഈ ബോഡി ഫ്ലൂയിഡ്സിലുള്ള യൂറിക് ആസിഡിനെ സെപ്പറേറ്റ് ചെയ്ത് ഇതിലുള്ള ഡൈജസ്റ്റീവ് വേസ്റ്റിൻ്റെ കൂടെ എക്സ്പെൽ ചെയ്യും. മനസ്സിലായോ? അതായത് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡൈജസ്റ്റീവ് വേസ്റ്റിനെ കളയാനുള്ളതും, അതേപോലെ നമ്മുടെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡൈജസ്റ്റീവ് വേസ്റ്റിനെ കളയാനുള്ളതും എക്സ്ക്രീറ്ററി വേസ്റ്റിനെ കളയാനുള്ളതും ഡിഫറെൻറ്റ് ഓർഗൻസ് ഉണ്ട്. ഇവർക്കെല്ലാം ഒന്ന് തന്നെയാണ്. ഇവിടെ വെച്ച് ഡൈജസ്റ്റീവ് വേസ്റ്റിൻ്റെ കൂടെ തന്നെയാണ് എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റായിട്ടുള്ള യൂറിക് ആസിഡിനെയും അവർ എക്സ്പെൽ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്താണ്? യൂറിക് ആസിഡ്. എക്സ്ക്രീറ്ററി ഓർഗൻ എന്താണ്? മാൽപീജിയൻ ട്യൂബ്യൂൾ. മനസ്സിലായോ? ഈ മാൽപീജിയൻ ട്യൂബ്യൂൾ ഡൈജസ്റ്റീവ് ട്രാക്കിന് കൂടെ അറ്റാച്ച് ചെയ്തേക്കുന്നുണ്ട്. ഈ മാൽപീജിയൻ ട്യൂബ്യൂൾസ് ബോഡി ഫ്ലൂയിഡ്സിലുള്ള യൂറിക് ആസിഡിനെ സെപ്പറേറ്റ് ചെയ്ത് ഡൈജസ്റ്റീവ് വേസ്റ്റിലൂടെ എക്സ്പെൽ ചെയ്യുന്നു. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ലെറ്റ്സ് സീ എക്സ്ക്രീഷൻ ഇൻ എർത്ത് വേം. എർത്ത് വേമിലെ എക്സ്ക്രീഷൻ എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. എർത്ത് വേമിലെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് നെഫ്രീഡിയാണ്. ഈ എർത്ത് വേമിലുള്ള ഒരു കോയിൽഡ് സ്ട്രക്ചറാണ് ആക്ച്വലി നെഫ്രീഡിയ എന്ന് പറയുന്നത്. അതാണ് അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ. അപ്പോൾ എർത്ത് വേമിലെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്താണ്? നെഫ്രീഡിയ. അത് ഓരോ ഏരിയയിലും ഓരോ ടൈപ്പ് നെഫ്രീഡിയ ആണ് കേട്ടോ. അപ്പോൾ സെപ്റ്റൽ നെഫ്രീഡിയ, ഇൻഡ്യൂഗമെൻട്രി നെഫ്രീഡിയ, ഫാറിഞ്ചൽ നെഫ്രീഡിയ. ഇപ്പം നിങ്ങൾ കോമൺ ആയിട്ട് നെഫ്രീഡിയ എന്ന് പറഞ്ഞാൽ മതി. അപ്പം എർത്ത് വേമിലെ എക്സ്ക്രീറ്ററി ഓർഗൻ നെഫ്രീഡിയാണ്. അവരുടെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്തൊക്കെയാണ്? യൂറിയ, അമോണിയ, വാട്ടർ എക്സെട്ര. അപ്പം മെയിനായിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് യൂറിയ, അമോണിയ, വാട്ടറാണ്. നമ്മൾ അമീബയിൽ അമോണിയയും എക്സസ് വാട്ടറും പഠിച്ചു അല്ലേ. അപ്പോൾ ഇവിടെയുണ്ട് അമോണിയ, വാട്ടർ. ഇനി ഇൻസെക്ട്സിൽ എന്ത് പഠിച്ചു? യൂറിക് ആസിഡാണ് എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്ന് പഠിച്ചു. ഇവിടെ എന്താ? അത് യൂറിയ ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ യൂറിയ, അമോണിയ, വാട്ടറാണ് മെയിൻ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ്. നമ്മൾ ഇൻസെക്ട്സിൽ പറഞ്ഞ മാതിരി തന്നെ ഇവിടെ നെഫ്രീഡിയ അവരുടെ ബോഡി ക്യാവിറ്റിയിൽ നിന്ന് യൂറിയയും അമോണിയയും വാട്ടറിനെയെല്ലാം സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ നെഫ്രീഡിയ ഒരു കോയിൽ ടൈപ്പ് സ്ട്രക്ചറാണ്. അവരുടെ ബോഡിയുടെ സൈഡിലെല്ലാം ഇങ്ങനെ സ്മോൾ പോസ് ഉണ്ട്. ഈ സ്പോസിലൂടെയാണ് ഈ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റിനെ അവരുടെ ബോഡി സർഫേസിലോട്ടേക്ക് പുറത്തോട്ടേക്ക് വിടുന്നത്. ഓക്കെ, എക്സ്പെൽഡ് ത്രൂ ദ സ്മോൾ പോസ് പ്രസൻറ്റ് ഇൻ ദ ബോഡി സർഫേസ്. ഈ ബോഡിയിലുള്ള സ്മോൾ പോസിലൂടെയാണ് അവർ എന്ത് പുറത്തോട്ടേക്ക് വിടുന്നത്? അവരുടെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റായ യൂറിയ, അമോണിയ, വാട്ടറിനെല്ലാം എക്സ്പെൽ ചെയ്യുന്നത്. ഇത് നെഫ്രീഡിയ എന്ന് പറയുന്നത് ഒരു കോയിൽഡ് സ്ട്രക്ചറാണ്. അത് അവരുടെ ത്രൂ ഔട്ട് ബോഡിയിൽ ഈ നെഫ്രീഡിയ എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ട്. അപ്പം ഈ നെഫ്രീഡിയ അവരുടെ ബോഡി ക്യാവിറ്റിയിൽ നിന്ന് അവരുടെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റായ യൂറിയ, അമോണിയ, വാട്ടറിനെ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് അവരുടെ ബോഡി സർഫേസിൽ ഒരുപാട് സ്മോൾ പോസ് ഉണ്ട്. ഈ സ്മോൾ പോസിലൂടെ അവർ എക്സ്പെൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്? അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാണ്? നെഫ്രീഡിയാണ്. ഈ നെഫ്രീഡിയ യൂറിയ, അമോണിയ, വാട്ടർ എക്സെട്ര ഈ പ്രൊഡക്ട്സിനെല്ലാം ബോഡി ക്യാവിറ്റിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് അവരുടെ ബോഡി സർഫേസിലുള്ള സ്മോൾ പോസ് ഉണ്ട്. ആ സ്മോൾ പോസിലൂടെ എക്സ്പെൽ ചെയ്യുന്നു. ഇതാണ് എക്സ്ക്രീഷൻ ഇൻ എർത്ത് വേം എന്ന് പറയുന്നത്. എർത്ത് വേമിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് ചോദിച്ചാൽ നെഫ്രീഡിയയാണ്. എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് എന്ന് ചോദിച്ചാലോ യൂറിയ, അമോണിയ, വാട്ടർ എക്സെട്ര. മനസ്സിലായല്ലോ? നമ്മളെ പോലെ തന്നെ, അതായത് ആനിമൽസിനെ പോലെ തന്നെ ഈ പ്ലാന്റ്സിലും എക്സ്ക്രീഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നുണ്ട്.
പക്ഷേ അവരിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്ക്രിട്ടറി സിസ്റ്റം ഇല്ല. ബിക്കോസ് നമ്മുടെ ബോഡിയിലൊക്കെ, അതായത് അനിമൽസിൻ്റെ ബോഡിയിലൊക്കെ ഒരുപാട് ലൈഫ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഈ ലൈഫ് പ്രോസസ്സിൻ്റെ റിസൾട്ടായിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? എക്സ്ക്രിട്ടറി പ്രോഡക്റ്റ് അല്ലെങ്കിൽ വേസ്റ്റ് പ്രോഡക്ട്സ് ഫോം ചെയ്യുന്നത്. ഇതുപോലെ പ്ലാന്റ്സിൻ്റെ ബോഡിയിൽ നമ്മുടെ ആനിമൽസിൻ്റെ മാതിരി ഒരുപാട് ലൈഫ് പ്രോസസ്സ് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസും ഫോം ചെയ്യുന്നില്ല. അതുകൊണ്ട് അവരുടെ ബോഡിയിൽ സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്ക്രിട്ടറി സിസ്റ്റത്തിൻ്റെ ആവശ്യമില്ല. മനസ്സിലായോ? അപ്പം പ്ലാന്റ്സിലും എന്ത് നടക്കുന്നുണ്ട്? എക്സ്ക്രീഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആനിമൽസിനെ പോലെ എക്സ്ക്രീറ്ററി സിസ്റ്റം പ്ലാന്റ്സിലില്ല. ബിക്കോസ് അവരുടെ ബോഡിയിൽ നടക്കുന്ന ലൈഫ് പ്രോസസ്സ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ബോഡിയിൽ ലൈഫ് പ്രോസസ്സിൻ്റെ റിസൾട്ടായിട്ട് ഫോം ചെയ്യുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് വളരെ കുറവാണ്. അതുകൊണ്ട് അവർക്കൊരു എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെ ആവശ്യമില്ല. മനസ്സിലായോ? അപ്പോൾ ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പ്ലാന്റ്സ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്, അവരുടെ വേസ്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്താണെന്നും എങ്ങനെയാണ് അവരിൽ ഫോം ചെയ്യുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് അവർ എക്സ്പെൽ ചെയ്യുന്നതെന്ന് നോക്കാം. ലെറ്റ്സ് സീ എക്സ്ക്രീഷൻ ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിന് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ 4 എക്സ്ക്രീഷൻ പ്രോസസ്സാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഈസ് സ്റ്റൊമാറ്റ ആൻഡ് ലെൻറ്റിസെൽസ്. സ്റ്റൊമാറ്റോ അറിയാമല്ലോ, നമ്മുടെ ലീവ്സിലൊക്കെ ഉള്ള ഗ്രീൻ ടെൻഡറിലൊക്കെ ഉള്ള ഓപ്പണിങ് അല്ലേ. ലെൻറ്റിസെൽസോ നമ്മുടെ റൂട്ടിൽ സ്റ്റെമ്മിലൊക്കെ ഉള്ള ഓപ്പണിങ്. നമ്മുടെ ഫോട്ടോസിന്തസിസിൻ്റെ ഈ ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും പ്ലാന്റ്സിൽ നടക്കുന്ന 2 പ്രോസസ്സാണ് അല്ലേ. ഈ ഫോട്ടോസിന്തസിസിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് എന്താണ്? ഓക്സിജൻ. റെസ്പിറേഷൻ്റെ റിസൾട്ടായിട്ട് കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. ഓക്കെ, ഇതൊക്കെ അറിയുന്നല്ലേ. ഫോട്ടോസിന്തസിസിൻ്റെ റിസൾട്ടായിട്ട് കിട്ടുന്നത് എന്താ? ഓക്സിജൻ ആണ്. റെസ്പിറേഷൻ്റെ റിസൾട്ടായിട്ട് കിട്ടുന്നത് എന്താ? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആണ്. ഈ പ്രൊഡക്റ്റ്, അതായത് ഫോട്ടോസിന്തസിസിൻ്റെയും റെസ്പിറേഷൻ്റെയും റിസൾട്ടായിട്ട് കിട്ടുന്ന ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ എക്സ്പെൽ ചെയ്യുന്നത് ഏതിലൂടെയാണ്? ഈ സ്റ്റൊമാറ്റോയിലൂടെയും ലെൻറ്റിസെല്ലിലൂടെയാണ്. ഓക്കെ, നമുക്കറിയാം സ്റ്റൊമാറ്റോയിലൂടെ ഓക്സിജൻ പുറത്തോട്ടേക്ക് പോകുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ ലെൻറ്റിസെൽസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഏതിലൂടെയാണ് എക്സ്പെൽ ചെയ്യുന്നത്? ലെൻറ്റിസെൽസിലൂടെയാണ്. ഓക്കെ, അപ്പം ബൈ പ്രൊഡക്ട്സ് ഓഫ് ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും, അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, വാട്ടർ എക്സ്പെൽ ത്രൂ സ്റ്റൊമാറ്റ ആൻഡ് ലെൻറ്റിസെൽസ്. ഇതാണ് എക്സ്ക്രീഷൻ പ്ലാന്റ്സിലെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പ്രൊഡക്ട്സ് ഓഫ് ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും, ദാറ്റ് ഈസ് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ഈസ് എക്സ്പെൽഡ് ത്രൂ സ്റ്റൊമാറ്റ ആൻഡ് ലെൻറ്റിസെൽസ്. ഇതാണ് ഒരു മെത്തേഡ്. ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്താ? ഹൈഡത്തോഡ്സ്. ഹൈഡത്തോഡ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ ഗ്രാസിലെ പുൽവർഗം, അതുപോലെ തന്നെ ഷ്രബ്സ്, കുറ്റിച്ചെടികളിലൊക്കെ ഇലയുടെ ടിപ്പിൽ, ഇത് അവരുടെ ലീഫാണെന്ന് വരിക്കുക, അവരുടെ ടിപ്പിലുള്ള ഒരു സ്മോൾ ഓപ്പണിംഗ് ആണ് ഹൈഡത്തോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡത്തോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഗ്രാസിൻ്റെയും ഷ്രബ്സിൻ്റെയും ലീഫിൻ്റെ, ഇലയുടെ ടിപ്പിൽ ഒരു സ്മോൾ പോസ് ഉണ്ട്. അവയാണ് നമ്മൾ ഹൈഡത്തോഡ്സ് എന്ന് പറയുന്നത്. ഈ ഷ്രബ്സിലും അതുപോലെ തന്നെ ഗ്രാസിലും, ഈ സർട്ടൻ ഷ്രബ്സിലും ഗ്രാസിലും ഉണ്ടാകുന്ന എക്സസ് വാട്ടർ എക്സ്പെൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ പോസ് വഴിയാണ്, അതായത് ഹൈഡത്തോഡ്സ് വഴിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് 2 മെത്തേഡ്സ് നമ്മൾ പറഞ്ഞത്? സ്റ്റൊമാറ്റയും ലെൻറ്റിസെൽസും. സ്റ്റൊമാറ്റോയിലൂടെയും ലെൻറ്റിസെൽസിലൂടെയും എക്സ്പെൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്തൊക്കെയാണ്? ഫോട്ടോസിന്തസിസിൻ്റെയും റെസ്പിറേഷൻ്റെയും റിസൾട്ടായിട്ട് ഫോം ചെയ്യുന്ന ഓക്സിജനും. ഫോട്ടോസിന്തസിസിൻ്റെ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നത് എന്താ? ഓക്സിജൻ. റെസ്പിറേഷൻ്റെ ബൈ പ്രോഡക്റ്റ് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എക്സ്പെൽ ചെയ്യുന്നത് ഇതിലൂടെയാണ്? ഈ സ്റ്റൊമാറ്റോയിലൂടെയും ലെൻറ്റിസെൽസിലൂടെയാണ്. നമുക്കറിയാം ഫോട്ടോസിന്തസിസിൻ്റെ ഫോം ചെയ്യുന്ന ഓക്സിജന് സ്റ്റൊമാറ്റോ വഴിയാണ് പോകുന്നതെന്നും റെസ്പിറേഷൻ്റെ റിസൾട്ടായിട്ട് കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ഏതിലൂടെ പോകുന്നത്? ലെൻറ്റിസെൽസിലൂടെയാണ് എക്സ്പെൽ ചെയ്യുന്നത്. നെക്സ്റ്റ് മെത്തേഡ് എന്താണ്? ഇത് രണ്ടാമത്തെ മെത്തേഡ് എന്താണ്? ഹൈഡത്തോഡ്സ്. ഹൈഡത്തോഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻ സർട്ടൈൻ ഗ്രാസ് ആൻഡ് ഷ്രബ്സ്, ചില ഗ്രാസ് പുൽവർഗ്ഗങ്ങളിലും ഷ്രബ്സ് കുറ്റിച്ചെടികളിലും ഇലകളിൽ അവരുടെ ലീഫിൻ്റെ ടിപ്പിലായിട്ട് സ്മോൾ പോസ് ഉണ്ട്.
അവയാണ് നമ്മൾ ഹൈഡത്തോഡ്സ് എന്ന് പറയുന്നത്. ഈ ഹൈഡത്തോഡ്സ് വഴി എന്താണ് എക്സ്പെൽ ചെയ്യുന്നത്? എക്സസ് വാട്ടർ, ഈ ഗ്രാസിലും ഷ്രബ്സിലുള്ള എക്സസ് വാട്ടറിനെയാണ് എക്സ്പെൽ ചെയ്യുന്നത്? ഈ ഹൈഡത്തോഡ്സ്, ഈ പോസിനെയാണ് കേട്ടോ ഹൈഡത്തോഡ്സ് എന്ന് പറയുന്നത്. എക്സ്പെൽ ചെയ്യുന്നത്? ഹൈഡത്തോഡ്സ് എക്സ്പെൽ ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് മെത്തേഡാണ് ഫോർമേഷൻ ഓഫ് ഹാർട്ട്വുഡ്. നമ്മളൊരു മരത്തിൻ്റെ കാതൽ എന്നൊക്കെ പറയാറില്ലേ, അതാണ് കാതൽ രൂപീകരണം. അതൊരു മെത്തേഡ് ഓഫ് എക്സ്ക്രീഷൻ ഇൻ പ്ലാന്റ് ആണ്. ഓക്കെ, എങ്ങനെയാണ് ഈ കാതൽ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഹാർട്ട്വുഡ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് സൈലം ഫ്ലോയം എന്നൊക്കെ അറിയാലോ. അതിലെ പഴയ സൈലം വെസൽസ്, ഓൾഡർ സൈലം വെസൽസിൽ ഈ പ്ലാന്റ്സിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വന്ന് അടിച്ചും കൂടും. നമ്മളൊരു മരം വെട്ടുവാണെങ്കിൽ നടുവിലൊരു ഡാർക്കായിട്ടുള്ള ഏരിയ അല്ലേ, അതാണ് കേട്ടോ ഹാർട്ട്വുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏരിയയിലാണ് ഓൾഡർ സൈലം വെസൽസ് ഉള്ളത്. ഈ സൈലം വെസൽസിൽ ഈ പ്ലാന്റ്സിൻ്റെ, ഈ മരത്തിൻ്റെ എല്ലാ വേസ്റ്റ് മെറ്റീരിയൽസും വന്ന് അടിഞ്ഞു കൂടും. ഓക്കെ, അങ്ങനെയാണ് എന്തുണ്ടാകുന്നത്? ഹാർട്ട്വുഡ് ഉണ്ടാവുന്നത്, അതായത് കാതൽ ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് പറഞ്ഞത്? നമ്മളുടെ പ്ലാന്റ്സിൽ ഉണ്ടാകുന്ന സം ഓഫ് ദ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം ഈ ഓൾഡർ സൈലം ഈ ട്രങ്കിൻ്റെ, ട്രീ ട്രങ്കിൻ്റെ മിഡിലിൽ സെൻട്രലിൽ ഓൾഡർ സൈലത്തിൽ വന്ന് അടിഞ്ഞു കൂടും. മനസ്സിലായോ? ഈ അടിഞ്ഞു കൂടിയിട്ടാണ് എന്തുണ്ടാവുന്നത്? ഹാർട്ട്വുഡ് അല്ലെങ്കിൽ കാതൽ രൂപീകരണം എന്ന് പറയുന്നത്. ഇത് ഒരു മെത്തേഡ് ഓഫ് എക്സ്ക്രീഷൻ ഇൻ പ്ലാന്റ് ആണ്. ഇനി നെക്സ്റ്റ് മെത്തേഡാണ് ആബ്സിഷൻ ഓഫ് ലീവ്സ് എന്ന് പറയുന്നത്. അതായത് ഇല പൊഴിയുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മളൊരു മരത്തിൻ്റെ ഒരു കളർ ചേഞ്ച് വരുമ്പോഴാണല്ലേ ഇല പൊഴിയുന്നത്. അതായത് ഈ ഒരു ഇല പൊഴിയാനാകുമ്പോൾ ആ ഇലയിലുള്ള യൂസ്ഫുൾ മെറ്റീരിയൽസ്, ആ പ്ലാന്റ്സിന് ആവശ്യമുള്ള മെറ്റീരിയൽസ് എല്ലാം ആ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്തെടുക്കും. എന്നിട്ട് ആ വീഴുന്ന ഇലയിൽ എന്ത് മാത്രമാണുള്ളത്? വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രമാണുള്ളത്. ഈ പ്ലാന്റ്സിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം ആ ലീഫിന് കൊടുക്കും. മനസ്സിലായോ? ഇല പൊഴിയുക എന്ന് പറയുന്നത് ഒരു എക്സ്ക്രീഷൻ മെത്തേഡ്, പ്ലാന്റ്സിലുള്ള ഒരു എക്സ്ക്രീഷൻ മെത്തേഡാണ്. അതിലെന്താ നടക്കുന്നത്? ഒരു ഇല പൊഴിയാനാകുമ്പോൾ ആ ഇലയിലുള്ള യൂസ്ഫുൾ മെറ്റീരിയൽസ്, ഈ പ്ലാന്റ്സിന് ആവശ്യമുള്ള മെറ്റീരിയൽസ് എല്ലാം ഈ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്തെടുക്കും. എന്നിട്ട് വേസ്റ്റ് മെറ്റീരിയൽസ് എങ്ങോട്ട് റിലീസ് ചെയ്യും? ഈ പൊഴിയാൻ പോകുന്ന ഇലയിലോട്ടേക്ക് റിലീസ് ചെയ്യും. അതായത് ആ പൊഴിഞ്ഞ് വീണ ഇലയിൽ ആവശ്യമുള്ളതൊന്നും ഉണ്ടാവില്ല, വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രമാണ് ഉണ്ടാവുക. അപ്പം അതൊരു എക്സ്ക്രീറ്ററി മെത്തേഡ് ഓഫ് പ്ലാന്റ്സ് ആണ്. മനസ്സിലായോ? പ്ലാന്റ്സിൻ്റെ ഒരു എക്സ്ക്രീഷൻ മെത്തേഡാണ് എന്ത്? ഇല പൊഴിയുക, അതായത് ആബ്സിഷൻ ഓഫ് ലീഫ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നെക്സ്റ്റ് ടു മെത്തേഡ് എന്ന് പറയുന്നത്? ഫോർമേഷൻ ഓഫ് ഹാർട്ട്വുഡും ആബ്സിഷൻ ഓഫ് ലീവ്സും ആണ്. ഫോർമേഷൻ ഓഫ് ഹാർട്ട്വുഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ടീ ട്രങ്കിൻ്റെ സെൻട്രലിലുള്ള ഓൾഡർ സൈലത്തിൽ സം ഓഫ് ദ വേസ്റ്റ് മെറ്റീരിയൽസ് വന്ന് അടിഞ്ഞുകൂടും, അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് എന്തുണ്ടാകുന്നത്? ഫോർമേഷൻ ഓഫ് ഹാർട്ട്വുഡ്, കാതൽ രൂപീകരണം ഉണ്ടാകുന്നത്. ദെൻ നെക്സ്റ്റ് മെത്തേഡ് എന്താ? ആബ്സിഷൻ ഓഫ് ലീഫ് പൊഴിയുക, അതായത് ഇല പൊഴിയുക എന്ന് പറഞ്ഞ മെത്തേഡാണ് അടുത്തത്. അതിലെന്താ നടക്കുന്നത്? ഇല പൊഴിയാനായ ഇലയിൽ നിന്ന് പ്ലാന്റ്സിന് ആവശ്യമുള്ള യൂസ്ഫുൾ മെറ്റീരിയൽസിനെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രം അടങ്ങിയിട്ട ഇലയാണ് പിന്നീട് പൊഴിയുന്നത്. ഈ 4 മെത്തേഡാണ് പ്ലാന്റ്സ് എക്സ്ക്രീഷൻ എന്നുള്ള പ്രോസസ്സിന് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വന്നെന്താ? സ്റ്റൊമാറ്റ ആൻഡ് ലെൻറ്റിസെൽസ്. സ്റ്റൊമാറ്റ ആൻഡ് ലെൻറ്റിസെൽസിൽ എന്താ നടക്കുന്നത്? ഫോട്ടോസിന്തസിസിൻ്റെ റിസൾട്ടായിട്ട് കിട്ടുന്ന ഓക്സിജൻ, ദെൻ റെസ്പിറേഷൻ്റെ റിസൾട്ടായിട്ട് കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെയും വാട്ടറിനെയും എക്സ്പെൽ ചെയ്യുന്നത് ഏതിലൂടെയാണ്? സ്റ്റൊമാറ്റയിലൂടെയും ലെൻറ്റിസെൽസിലൂടെയാണ്. നെക്സ്റ്റ് മെത്തേഡ് എന്താ? ഹൈഡത്തോഡ്സ്. ഈ സർട്ടൈൻ ഷ്രബ്സിലും അതുപോലെ തന്നെ ഗ്രാസിലും, കുറ്റിച്ചെടികളിലും ഗ്രാസിലും, അതായത് പുൽവർഗ്ഗങ്ങളിലെല്ലാം അവരുടെ ഇലയുടെ ടിപ്പിൽ സ്മോൾ പോസ് ഉണ്ട്. അവയാണ് നമ്മൾ ഹൈഡത്തോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാന്റ്സിൽ ഫോം ചെയ്യുന്ന എക്സസ് വാട്ടർ ഈ ഹൈഡത്തോഡ്സ്, ഈ സ്മോൾ പോസ് വഴിയാണ് എക്സ്പെൽ ചെയ്യുന്നത്. ആ സ്മോൾ പോസിനെയാണ് കേട്ടോ ഹൈഡത്തോഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡ് എന്താ? ഫോർമേഷൻ ഓഫ് ഹാർട്ട്വുഡ്. ഈ പ്ലാന്റ്സിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം ഈ സെൻട്രലിലുള്ള ഓൾഡർ
സെൻട്രലിൽ ഓൾഡർ, നമ്മൾക്കറിയാം മരം വെട്ടിയാൽ നടുവിൽ ഒരു ഡിസ്കളറേഷൻ കാണാം അല്ലേ? ആ ഓൾഡർ സൈലത്തിൽ വന്ന് അടിഞ്ഞു കൂടും. അങ്ങനെയാണ് ഈ ഡാർക്ക് കളർ ആവുന്നത്. അതായത് അതൊരു വേസ്റ്റ് മെറ്റീരിയൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ. ഈ ഓൾഡർ സൈലത്തിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ ഹാർട്ട് വുഡ് ഉണ്ടാവുന്നത്. അതാണ് ഫോർമേഷൻ ഓഫ് ഹാർട്ട് വുഡ്, കാതൽ രൂപീകരണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡ് എന്താണ്? ആബ്സിഷൻ ഓഫ് ലീവ്സ്. ലീവ്സ് പൊഴിയുക, ഇല പൊഴിയുക എന്ന് പറഞ്ഞ മെത്തേഡാണ് ലാസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിലെന്താ നടക്കുന്നത്? പൊഴിയാനായ ഇലയിലുള്ള യൂസ്ഫുൾ മെറ്റീരിയൽസ് എല്ലാം പ്ലാന്റ്സ് അബ്സോർബ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് ആ ലാസ്റ്റ് ഈ പൊഴിയുന്ന ഇലയിൽ എന്ത് മാത്രമാണുള്ളത്? വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രമാണുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് എക്സ്ക്രീഷൻ ഇൻ പ്ലാന്റ്സ് എന്നുള്ള പോർഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. മനസ്സിലായോ? ഈ 4 മെത്തേഡ്സ് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലാക്കാം? നമ്മൾ ഈ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലുള്ള വേസ്റ്റ് റിമൂവ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഈ ഫോം ചെയ്യുന്ന വേസ്റ്റ് മെറ്റീരിയലിൽ നിന്നും അക്യുമുലേറ്റ് ചെയ്യാതെ അതാത് സമയത്ത് നമ്മുടെ ബോഡി റിമൂവ് ചെയ്യുകയും നമ്മുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹ്യൂമൻ ബീങ്സ് മാത്രമാണോ ഇത് ചെയ്യുന്നത്? അല്ല, മറ്റു ഓർഗാനിസംസും പ്ലാന്റ്സും എല്ലാം ഈ പ്രോസസ്സ് നടത്തുന്നുണ്ട്. അവരുടെ ബോഡിയെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. വിൽ സ്റ്റോപ്പ് ഹിയർ. താങ്ക് യു സോ മച്ച്.